നമസ്തേ. വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് ആനി എന്നാ ഈ കോലത്ത് എന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നേ? കോലമല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അമൃതയുടെയും എല്ലാ ക്രിസ്മസ് ആശംസകളും. അത് എന്നാന്നറിയോ, ഇപ്പം ഈ കോലത്തിൽ എന്നെ ആനി വന്നതെന്ന് വിചാരിച്ചാൽ പണ്ടൊക്കെയാണ് എനിക്ക് എൻ്റെ അമ്മച്ചിമാർ അപ്പയുടെ അമ്മയും അമ്മയുടെ അമ്മയൊക്കെ ചട്ടയും മുണ്ടും കൊടുത്തൊക്കെ കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നേ. അതുകൊണ്ട് ഞാൻ എപ്പോൾ അവരെ കാണാൻ പോകുമ്പോഴും ഞാൻ പറയാം, അമ്മച്ചി ഈ നൈറ്റി അങ്ങനെയൊന്നും അവരുടെ സൗകര്യത്തിനായിടുന്ന ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഞാൻ എപ്പോഴും പറയാം, അമ്മച്ചി ചട്ടയും മുണ്ടും കൊടുക്കാവോ എന്ന് ചോദിച്ചേച്ച് ഞാൻ എപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴും അവരെ കൊണ്ട് അത് ഉടുപ്പിക്കും. ഇപ്പം ഈ ഇടയിലായിട്ട് നമ്മളിത് കാണുന്നുണ്ട്, അമ്മച്ചിമാർ ഇടുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കാണാൻ ഒത്തിരി റെയറാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വിശേഷ ദിവസം ക്രിസ്മസുമായിട്ട് ഞാൻ ഈ ഒരു എന്നാ പറയുക ഒരു വ്യത്യാസമായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ഒരു ക്രിസ്മസ് ആകുമ്പോൾ ഈ ഒരു ഫീലിംഗ് കുറച്ച് കൂടുതലല്ലേ. അപ്പം ഇന്നും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസിനൊക്കെ നമ്മളെപ്പോഴും കരുതുന്ന ഒരു വിഭവമാണ് വിന്താലു അല്ലേ. അത് ബീഫിലാക്കാം, ചിക്കനിലാക്കാം, ഡക്കിലാക്കാം, ഏതായാലും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ട്രഡീഷണലി ചെയ്യുന്ന ഒരു ഡക്ക് വിന്താലുവാ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് വലിയ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, കുറച്ച് കാര്യങ്ങളെ ആവശ്യമുള്ളൂ. പക്ഷെ എന്നാന്ന് പറയാമോ, ഇതിനകത്ത് ഇത് കുറച്ച് ദിവസം എന്താ പറയുക ഇരിക്കുന്ന ഒരു സാധനം, അതുകൊണ്ട് ഇതിനകത്ത് ഒരു ഇച്ചിരി വിനാഗിരി കൂടുതലാണ് ചെല്ലുന്നത്. അപ്പം എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ നമ്മുടെ പരമ്പരമായി കിട്ടിയ രുചിക്കൂട്ടിൻ്റെ ആ ഒരു കൂട്ട് എല്ലാവരിലേക്കും എത്തിച്ചു തന്നാൽ ഈ ഒരു വിന്താലും ഒരു സ്പെഷ്യൽ ഒക്കേഷനിലേക്ക് നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാക്കിയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാനിവിടെ മേടിച്ചേക്കുന്നത് താറാവ് ഇറച്ചിയാണ് മേടിച്ചത്. ഇതിനകത്ത് കുറച്ച് കൊഴുപ്പ് കൂടിയ ഇറച്ചിയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഏകദേശം 1 കിലോളം ഉണ്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയല്ല ഞാൻ എടുത്തേക്കുന്നത്, എരിവുള്ള മുളക് പൊടിയാണ്. അതല്ല കാശ്മീരി മതിയെങ്കിൽ അങ്ങനെ മതി. പിന്നെ ഉള്ളത് കുറച്ച് ഇഞ്ചി, പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി കടുക്, ഉലുവൊക്കെ ഒത്തിരി അല്ല, ഒരു 3-4 ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് കഴിക്കും. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ജീരകം, നമ്മുടെ സാദാ ജീരകം, തോരനൊക്കെ അരയ്ക്കുന്ന അതേ ജീരകം. പിന്നെ ഉള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഒരു 1/4 കിലോ കൂട്ടിക്കോ, ഒരു 3 തക്കാളി, അങ്ങനത്തെ ഒരു കണക്കിൽ ഒരു 3 തക്കാളിയാണ് ഇത് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇത് പോരാഞ്ഞിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി വേണം. പിന്നെ കുറച്ച് ഉപ്പ്, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം, ഉപ്പില്ലെങ്കിൽ ഒന്നൊരു കറിക്കും രുചിയില്ല. പിന്നെ വേണ്ടത് കുറച്ച് പഞ്ചസാര. ഇത് കുറച്ച് അതിൻ്റെ വഴറ്റാൻ നേരം ഇടാനുള്ള കുറച്ച് ഇഞ്ചി, അതായത് നമ്മൾ എടുക്കുന്ന ഇഞ്ചി 50-50 ആയിട്ട് എടുത്താൽ മതി. ഇത് ഞാൻ കുറച്ചൊന്ന് എന്താ പറയുക, മറ്റത് അരയ്ക്കാനും ഇത് കുറച്ച് അതിന് വഴറ്റാൻ നേരം ഇടാനും ഉള്ള കുറച്ച് ഇഞ്ചിയാണേ. അതേപോലെ തന്നെ ഞാൻ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ 50-50 ബേസിസിൽ അങ്ങ് പോയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഇറച്ചിയിൽ ഉണ്ടാക്കാനുള്ളൊരു കൂട്ട് ആദ്യം നമുക്ക് തയ്യാറാക്കാം. അതിനെന്നാന്നറിയാമോ, കുറച്ച് സാധനം അരച്ചെടുക്കണം. അതിന് വേണ്ടിയത് സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞൾപ്പൊടി ആയിക്കോട്ടെ, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഒരു ഡെസേർട്ട് സ്പൂണാണ് വേണ്ടി. അപ്പോൾ ഇത് ടീസ്പൂൺ കണക്കായതുകൊണ്ട് ഒരു 3-3.5 സ്പൂണ് ഓളം ഇടാം. എരിവ് നോക്കിക്കോണം, ചിലർക്ക് ഒരുപാട് എരിവ് വേണ്ട. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഇഞ്ചിയാണ്. ഇഞ്ചി കോഴിക്കാന്നേൽ കുറച്ച് 1.5 സ്പൂണാണ് വേണ്ടത്, ഇഞ്ചി വെളുത്തുള്ളി. താറാവിനാകുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ആക്കിക്കോ. എൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഇഞ്ച് അങ്ങനെയൊക്കെ ഒരു കഷ്ണം ഇഞ്ചി എന്ന് പറയില്ല, അതിപ്പോൾ 1 ഇഞ്ച് ആയിരിക്കും, ആ കണക്കിന് അങ്ങ് കിട്ടും. പിന്നെ ഇത് 50-50 ബേസിസ് തന്നെ ചേർക്കാനുള്ളതാ. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, കടുക് ഒരു 1/4 ടീസ്പൂണോളം ഇട്ടാൽ മതി. ഉലുവ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വേണ്ട, ഒരു 3-4. അതേപോലെ ജീരകം ഒരു 1/4 ടീസ്പൂൺ. ഇത്രയും സാധനം ഇട്ട് നമുക്കൊന്ന് മഷി പോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിനാണോ. ഇനി
നെക്സ്റ്റ് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പ് കത്തിച്ചേച്ച് ആദ്യം ചെയ്യാനുള്ളത്, ഇത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, അതല്ല റിഫൈൻഡ് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സാധാരണ കറിയിൽ ചെയ്യുന്ന കടുകെണ്ണ ഉപയോഗിക്കാറുണ്ട്. ഞാൻ പക്ഷേ വെളിച്ചെണ്ണ അത് മതിയെന്ന് വിചാരിച്ചു, അതുകൊണ്ട് അത് ചെയ്യുന്നത്. ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കടുകിടുക. കടുക് ഒന്ന് പൊട്ടി കഴിയട്ടെ. പൊട്ടി കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുന്ന എന്നാന്ന് വെച്ചാൽ ചിലപ്പം മഞ്ഞയുടെ ഒരു കുത്തൽ മുന്നേ നിൽക്കും. അപ്പോൾ മഞ്ഞ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ആ കുത്തൽ ഇതിനുണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഉള്ളി വഴറ്റുമ്പോഴും തക്കാളി വഴറ്റുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കേടാവാതിരിക്കും. ഈ വിന്താലു ആക്ച്വലി നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 3-4 ദിവസത്തേക്ക് ചീത്തയാവാതെ പുറത്ത് തന്നെ ഇരിക്കും. അതാണ് നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പാത്രം ഇട്ട് അടച്ചു വെക്കരുത് പറയും, നെറ്റിട്ടൊക്കെ മൂടിയാണ് ഇത് വെക്കുന്നത്. അപ്പം അതിനൊക്കെ ഓരോ സയൻസ് വൈസും കാര്യങ്ങളുണ്ട്. അത് ആക്ച്വലി ഞാൻ പഠിച്ചില്ല അതെന്നാ കാര്യമാണെന്നുള്ളത്. ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇതൊന്നായി കഴിയുമ്പോഴത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തിടും. സവാള ഒന്ന് പെട്ടെന്ന് മൂക്കാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇടുക. ഏത് സാധനം നമ്മൾ ഈ വിന്താലു ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല, അപ്പൊ ഇരിക്കത്തില്ല, ചീത്തയായി പോവും. അപ്പൊ സവാള ആന്നേലും ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂക്കണം. ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ചേർക്കുക. തക്കാളി ചേർത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ തക്കാളിയുടെയും ഉള്ളിയുടെയും ഒക്കെ ജലാംശം നല്ലോണം വറ്റി കഴിഞ്ഞാൽ അത് നല്ല ഡ്രൈ ആയിട്ട് ഒരു പേസ്റ്റ് പോലെ ആവുമല്ലേ. ആ സമയത്ത് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിനകത്തോട്ട് ചേർക്കണം. ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇറച്ചി വേകുമ്പോഴാണ് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത്. വിനാഗിരിയുടെ അളവ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കൂട്ടാം കുറയ്ക്കാം, പക്ഷെ പുളിയുടെ ഒരു അംശം ഒത്തിരി മുന്നേ നിൽക്കാൻ പാടില്ല. വിനാഗിരി ചേർക്കുന്ന എന്നാന്ന് വെച്ചാൽ ചീത്ത ആവാതിരിക്കണമല്ലോ, അപ്പോൾ അതൊരു പ്രിസർവേറ്റീവ് ആണ്. അപ്പം അതും കൂടെ നോക്കിയേച്ച് വേണം ചേർക്കാൻ. ചിലർക്ക് ഇച്ചിരി കൂടുതൽ ചേർക്കുന്നവരുണ്ട്, പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ കണക്കിന് മതി. ചിലടത്ത് ഈ പറഞ്ഞ പോലെ വിന്താലു ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ മുരിങ്ങയ്ക്കായൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എനിക്ക് ഇതിനകത്ത് ഈ കൂട്ടിനകത്തൊന്നും ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നവരുണ്ടായിരിക്കാം. ഓക്കെ, ഉള്ളി ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു വെള്ളം ഒന്നും പറ്റിയിട്ട്, അതായത് പറ്റുക മീൻസ് അതൊന്ന് മുരിഞ്ഞു തുടങ്ങുമല്ലേ എന്ന് പറയുന്നത്, അതാണ് അതിൻ്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്ക് ആ തക്കാളി ഒന്ന് ചേർക്കാം. 1 കിലോയ്ക്ക് ഒരു 1/4 കിലോ അളവ്, അതാണ് തക്കാളിയുടെ ഒക്കെ അളവ്. അത് ചിലപ്പോൾ 2 എണ്ണം ആവാം, 1 എണ്ണം ആവാം, ചിലപ്പോൾ 3 എണ്ണം ആവാം, അത് ഡിപ്പെൻസ്. 1/4 കിലോ കൂട്ടിക്കോ. ഇതിപ്പോൾ നമ്മളൊക്കെ ചെയ്യിക്കും, ഇത് വഴറ്റി എല്ലാം വന്നു കഴിഞ്ഞ് നമ്മൾ ഇറച്ചി ചേർക്കുമല്ലേ. ഇറച്ചി താറാവിന് ബേസിക്കലി നല്ല വേവുണ്ട്. അപ്പോൾ എന്നാ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം കുറച്ച് വേവിക്കും, പക്ഷെ പിന്നെ ചെറിയ തീയിൽ, അതായത് പണ്ടുള്ളവർ കനലിലിട്ടാണ് ഏറ്റവും കൂടുതൽ വേവിക്കുന്നത്. അന്നേരം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അടപ്പിട്ട് അടച്ചു കഴിയുമ്പം ഈ അടപ്പിൽ നിന്ന് ഊറുന്ന വെള്ളം ഉണ്ടല്ലോ, ആവി, ആ ആവിയിലും കൂടെ കിടന്ന് വേണം താറാവ് നല്ലതായിട്ട് വെന്ത് ആയി വരാൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത്രയും സമയം നമുക്കില്ലാത്തതുകൊണ്ടും ഈ പറഞ്ഞ പോലെ അടുപ്പിൽ വെക്കുന്ന ഒരു സ്വാദ് എത്രയായാലും ഗ്യാസിൽ വരുമോയെന്ന് അറിയില്ല. പക്ഷെ എന്നാലും പറ്റുന്നുള്ളവർക്ക് ഗ്യാസ് സ്ലോ ഫ്ലെയിമിൽ ഇട്ടേച്ച് വേവിക്കാവുന്നേ ഉള്ളൂ. അതല്ല, ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഞാനത് ശരിക്കും പ്രഷർ കുക്കറിൽ വേവിച്ചേച്ച് ബാക്കി ചെയ്ത പ്രൊസീജിയേഴ്സ് എല്ലാം അടുപ്പിലിട്ട് സ്ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്തത്. തക്കാളിയൊക്കെ ഒന്ന് ആ ഉടഞ്ഞു വരുവല്ലേ, ആ പരുവാണ്. നമ്മുടെ തക്കാളിയുടെ ആ ഒരു എന്നാ പറയുന്ന ഉടഞ്ഞ ആ വെള്ളം ഒന്ന് ലൂസായി തുടങ്ങുന്ന പരുവത്തിൽ അരപ്പിടുവാന്നേൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അരപ്പ് മൂപ്പിക്കാതെയും റോസ്റ്റ് ചെയ്ത ഒന്നും ചെയ്തിട്ടില്ല, പച്ചയാ. അന്നേരം അതൊന്ന് വേവണമല്ലോ, അതിൻ്റെ പച്ചച്ചോവയും കുത്തലും ഒക്കെ ഒന്ന് മാറണമല്ലോ. അപ്പം ഈ സമയത്ത് ഞാൻ ആ അരപ്പൊന്ന് ഇടാൻ പോവാണേ.
നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിലും ഉണ്ടല്ലോ, ഇത് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ പടപടാവും. ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇരുമ്പ് ചട്ടിയാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക കേട്ടോ. കഴിയുന്നതും ഇരുമ്പ് ചട്ടി എടുക്കാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാ ചീനച്ചട്ടിയിലും വെക്കാവുന്നതേ ഉള്ളൂ. ഇതിനി നമ്മൾ ചേർത്തേക്കുന്ന എന്നാ പറയുക, പൊടിയെല്ലാം ഒന്ന് മൂത്ത് എണ്ണ തെളിയണം. നമ്മൾ ആ പൊടി മൂക്കുന്ന അനുസരിച്ചും നമ്മുടെ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന അനുസരിച്ച് എണ്ണ തെളിയത്തുള്ളൂ. അത് അതിൻ്റെതായ സമയം എടുക്കും, നമുക്ക് ധൃതി പിടിച്ചാലും പറ്റിയല്ലോ. എണ്ണ വെള്ളം ഒഴിച്ചപ്പോഴത്തേനും ഒരു ഇച്ചിരി ആയിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പരുവം. ഒരു ഇച്ചിരി കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി ചേർക്കാതെ. ഇതിനെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് ഫാറ്റ് ഉള്ള ഒരു ഇറച്ചി മേടിക്കുവാണെങ്കിൽ നല്ലതാണ്. എരിവിൻ്റെ ഏറ്റക്കുറച്ചിലൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർത്തേച്ചാൽ മതി. ഏറ്റവും നല്ലത് ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴുണ്ടല്ലോ ചെറിയ ഫ്ലെയിമിലിട്ട് ചെയ്യുന്ന നല്ലേ. പക്ഷെ നമുക്കിവിടെ സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഹൈ ഫ്ലെയിമിലിട്ട് അതിൻ്റെ കൂടെ നിൽക്കണം. പക്ഷെ ഈ പറഞ്ഞ പോലെ ചെറിയ ഫ്ലെയിമിലിട്ട് സാവധാനം ചെയ്യുമ്പോൾ അതിൻ്റെ രുചി വ്യത്യാസമുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. ഓക്കെ, ഇപ്പം ഞാൻ 3-4 പ്രാവശ്യമായിട്ട് എൻ്റെ വെള്ളം ഒഴിച്ചു. ആ എന്നാ പറയുക, ചേർത്ത മസാലയുടെ ആ ഒരു എന്താ പറയുക കുത്തലൊന്ന് മാറി. ഇനി എന്നാ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, താറാവ് വേവാൻ ഒരു ഇച്ചിരി സമയം എടുക്കും. മാത്രമല്ല ഈ മസാല താറാവിലോട്ട് പിടിക്കുകയും വേണം. അപ്പോഴത്തേക്ക് ബാക്കി ആ ഒരു വേവ് എന്ന് പറയുന്നതുണ്ടല്ലോ, അതൊന്ന് ശരിയായി വരും. ഇപ്പം തന്നെ അതേണ്ട നോക്കുമ്പോൾ അറിയാം എണ്ണ ഇങ്ങനെ ചുറ്റും തെളിഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഇനി താറാവ് ചേർക്കാൻ പോവാണേ. കൂടെ നമുക്ക് 1 ടീസ്പൂണോളം വിനാഗിരിയും 1 ടീസ്പൂണോളം എന്താ പറയുക ഇച്ചിരി പഞ്ചസാരയും കൂടെ നമുക്കത് ചേർക്കാം. ഇത് പിന്നെ ചേർത്താലും മതി, പക്ഷെ ഇപ്പം ഞാനൊരു ഇച്ചിരി ചേർക്കുക. അതിൻ്റെ ഒരു എന്താ പറയുക പഞ്ചസാരയും കൂടെ കാരമലൈസ് ആയി വരുമ്പോഴത്തേനും ഒരു ടേസ്റ്റ് അതിന് വരുമല്ലോ. മാത്രമല്ല ഉപ്പ്, എരിവ്, പുളി എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇച്ചിരി പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനൊരു 2 ടീസ്പൂൺ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ. ഇതിൽ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ താറാവെല്ലാം വെന്തതിന് ശേഷം വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. പുളിയുടെ അളവ് നോക്കി വെച്ച്. നേരത്തെ ഉള്ളി വഴറ്റിയപ്പോൾ മാത്രമേ ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ. എന്നാലും താറാവ് തിളച്ചതിന് ശേഷം അതൊന്ന് ഇരുന്ന് ആയതിന് ശേഷം മാത്രമേ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറുവല്ലേ. അന്നേരം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കി വെച്ചിടാം. അതുവരെ നമുക്ക് ക്ഷമയോടെ നോക്കാം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തായാലും താറാവ് എൻ്റെ ഈ അടുപ്പയിലൊന്നും ഈ കാലത്തൊന്നും വേവാൻ പോകുന്നില്ല. ഞാൻ കുക്കറിലോട്ട് ഇട്ടാലേ കാര്യം നടക്കത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആനീസ് കിച്ചണിൽ ക്രിസ്മസ് ആയിക്കൊണ്ട് ഇന്ന് വരാൻ പോകുന്നത് സിജു വിൽസൺ ആണ്. ആക്ച്വലി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരുപാട് വിശേഷങ്ങളുണ്ടാവും അല്ലേ. അപ്കമിങ് ഹീറോ ആകുമ്പോഴത്തേക്ക് ഫ്യൂച്ചറും എല്ലാം നമുക്ക് ചോദിക്കാനുണ്ട് ഡെഫിനറ്റ്ലി. പിന്നെ ഇനി നമ്മുടെ താറാവിന് എന്നാ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. താറാവ് നല്ല അസലായിട്ട് നമ്മുടെ വേവ്, അതായത് ഇറച്ചിയൊന്നും വേവാതെ ഒന്നും ആർക്കും കഴിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ താറാവ് ഒന്ന് നല്ലതായിട്ട് വെന്തോട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് ഇനി ചേർക്കാനുള്ള സാധനം എന്നാണെന്നറിയാവോ, നമ്മുടെ വിനാഗിരിയും പഞ്ചസാര ഞാൻ ഓൾറെഡി ചേർത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, വിനാഗിരിയും വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷനാണ്. ഇനി താറാവെല്ലാം വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ കാണുമല്ലോ, ഇതൊന്ന് പറ്റിച്ചെടുക്കണ്ടായോ. അന്നേരത്തേനാണ് നമ്മൾ ബാക്കി വെച്ചേക്കുന്ന ഇഞ്ചി, അതായത് നമ്മൾ നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് നല്ല പെരട്ടി എടുക്കാമെങ്കിലും ഉണ്ടല്ലോ നല്ല 1-ാം ക്ലാസ് വെന്താലും കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ ഇതൊക്കെ അറിയാനൊക്കത്തുള്ളൂ. ഇന്ന് സ്പെഷ്യൽ ഡേ, ക്രിസ്മസ് ഡേ ആയിക്കൊണ്ട് ഞാൻ ഈ കോലത്തിലൊക്കെ വന്ന് പറഞ്ഞു തരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ എങ്കിലും ചെയ്യാം അല്ലേ. ഇനി അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ താറാവ് വേവാൻ സമയമുണ്ട്, അടുക്കളയും വൃത്തിയാക്കണ്ടേ. Annie's Kitchen. Let's cook with love.
ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. കേക്ക് വൈനും പകരം ഞാൻ ഇന്ന് ജ്യൂസ് തരാം. ക്രിസ്മസ് ഒക്കെ അവിടെ എത്തി. സിനിമ സെറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ ജ്യൂസസ് ആയിരിക്കും. എന്റെ വീട്ടിലെ ജ്യൂസ് ഒക്കെ നല്ല ബെസ്റ്റ് ജ്യൂസ് ആണ്. അത് സിനിമ സെറ്റിലെ ജ്യൂസ് ആണെന്ന് പറഞ്ഞ് എന്നെ ഏകദേശം അതുപോലെ തോന്നി. പക്ഷേ അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങള് കഷ്ടപ്പെട്ട് ഇവിടെ ഉണ്ടാക്കുന്ന സാധനം കുടിക്കും. ഇവിടുത്തെ മാത്രമേ കുടിക്കാൻ ഒക്കത്തുള്ളൂ. എന്നെ വിശ്വാസമില്ലേ? പിന്നെ എന്നാ പേടിക്കാനാ? ധൈര്യമായിട്ട് കുടിച്ചോ. പറ്റിക്കുന്ന ഏർപ്പാട് ആനീസ് കിച്ചണിൽ ഇല്ല. ക്രിസ്മസ് എവിടെ വരെ എത്തി? ക്രിസ്മസ് ഇങ്ങനെ ക്രിസ്മസ് ആയി, അതെ, ആഘോഷിച്ചോണ്ടിരിക്കുന്നു. എന്നാ ഭാര്യയെ കൊണ്ടുവരാഞ്ഞേ? ഭാര്യ ഇവിടെ ഇല്ല. എവിടെ പോയി? ഭാര്യ മുംബൈയിലാ. അപ്പൊ ഇനി അങ്ങോട്ട് രണ്ടാമത്തെ ആളായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയാ ഡെലിവറി. അവിടെ ആയിരുന്നു ഡെലിവറി. അപ്പൊ രണ്ടുപേരും. രണ്ടാമത്തെ ആള് റൂഹി ആയി കഴിഞ്ഞ ശേഷം അവിടെ. ഇപ്പൊ രണ്ടുപേരെ മാനേജ് ചെയ്യാനായിട്ട് ശ്രുതിയുടെ പാരന്റ്സ് അവിടെ ഉള്ളതുകൊണ്ട് എനിക്കും ഷൂട്ടിന്റെ തിരക്കുകളായതുകൊണ്ട് ഇവിടെ മമ്മി മാത്രമേ ഉള്ളൂ എന്റെ. അപ്പൊ ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് മമ്മിയാണെങ്കിൽ ഡയബറ്റിക് ആണ്, ഇടയ്ക്ക് തലറങ്ങി വീണ പരിപാടിയൊക്കെ സത്യം. അപ്പൊ നമ്മള് പിള്ളേർ നോക്കേണ്ടതെല്ലാം അതും വേണമല്ലോ. റെസ്പോൺസിബിലിറ്റി ഇപ്പുറത്തും ഉണ്ട്, അല്ലാതെ പ്രാക്ടിക്കൽ വശവും ഉണ്ട്. എന്നാ എല്ലായിടത്തും ചെല്ലുകയും വേണം അല്ലേ? അതുകൊണ്ട് എനിക്ക് മുംബൈ ഭയങ്കര ഇഷ്ടമുള്ള പ്ലേസാണ് പോവാനായിട്ട്. കാരണം നമ്മളവിടെ അധികം ആരും തിരിച്ചറിയില്ല. മലയാളികൾ ഓഫ് കോഴ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അറിയാം. സിജുവിന്റെ കുഞ്ഞുകാലത്തെ ക്രിസ്മസും അതും ഒക്കെ എങ്ങനെയായിരുന്നു? പള്ളിയിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു CLC എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു കമ്മ്യൂണിറ്റി, നമ്മൾ യങ്സ്റ്റേഴ്സ് പിള്ളേരെല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കുന്നു. എല്ലാ സാറ്റർഡേയ്സും നമുക്ക് മോർണിംഗ് മാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഗാദറിംഗ് ഉണ്ടാവും. അവിടെ പ്രേയേഴ്സ്, പിന്നെ എന്താ പറയാ, ഗെയിംസ്, അങ്ങനെ ഒരുപാട് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് ടൈം വരുമ്പോ ക്രിസ്മസ് കരോൾ പരിപാടികൾ നമ്മളിപ്പോ എപ്പോഴും വെക്കേഷൻസിന് നമ്മുടെ മമ്മിയുടെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ആന്റിമാരുടെ വീടുകളിൽ, അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പൊ കസിൻസ് ഉണ്ടാവും. എല്ലാവരും ചെറുപ്പത്തിൽ എല്ലാവരും ഭയങ്കര ഒരുമിച്ചുണ്ടാവുന്ന ടൈമാണല്ലോ. കസിൻസ് ഉണ്ടെങ്കിലും വീടിനടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ അന്ന് ഭയങ്കര ക്ലോസ് ആയിട്ട് നമ്മളെല്ലാരും ഒരു കോലും ഓടിച്ചെടുത്ത് ബലൂണൊക്കെ ചുറ്റി പാട്ടയും പരിപാടിയൊക്കെ ഇട്ട് പോയി. ഒരു നല്ല മെമ്മറീസ് ഇപ്പഴും സിജുവിന്റെ ഉള്ളിലുണ്ട് അല്ലെ? ആ കാലഘട്ടം ഒക്കെ നമുക്ക് നമ്മുടെ പിള്ളേരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റുന്നില്ല. ആ കാലഘട്ടം എന്തായാലും ഉണ്ടാവില്ല. അല്ല ശരിക്കും ഞാനൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കരോളൊക്കെ ഉള്ള ടൈമില് വീടുകളിലൊക്കെ കയറി ചൊല്ല പട്ടിയെ ഓടിച്ചിട്ടുണ്ട് നമ്മള്. പിന്നെ പല വഴി ഓടിയിട്ടുണ്ട് ആൾക്കാർ, പിള്ളേരൊക്കെ. അതൊന്നും ഇപ്പത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. തിരിഞ്ഞു നോക്കുമ്പോ അതൊക്കെ ഒരു രസമായിട്ട് തോന്നുന്നു അല്ലെ? അന്ന് നമ്മൾ പേടിച്ചെങ്കിലും പിന്നെ അതൊക്കെ ആലോചിക്കുമ്പോ ഇതൊക്കെ എന്ത് നല്ല കാലമായിരുന്നു അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും സിജു വന്നപ്പോ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച, ഈ ആക്ടിങ് എപ്പോഴാണ് സിജുവിന്റെ കരിയറിൽ അതൊരു ഇതാണ് എന്റെ വേ എന്ന് മനസ്സിലായത്, ഇതാണ് എന്റെ ജീവിതം എന്ന് മനസ്സിലായത്? അതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഒരു ഓഡീഷൻ, മലർവാടിയുടെ ഓഡീഷൻ ഒക്കെ കഴിഞ്ഞ സമയത്തായിരിക്കണം. ആ ഒരു ടൈമിലായിരിക്കും വന്നത്. എനിക്ക് സിനിമ ഇഷ്ടമായിരുന്നു. കാരണം എന്നെ ഏറ്റവും കൂടുതൽ സിനിമ കാണിക്കാൻ കൊണ്ടായിരിക്കുന്ന എന്റെ ഫാദറാണ്. ഫാദറിനായിരുന്നു സിനിമ നടനായി കാണണം എന്നുള്ള അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. പുള്ളിക്ക് സിനിമ ഇഷ്ടമായിരുന്നു. ആക്ഷൻ മൂവീസ് ആയിരുന്നു. ബ്രൂസ് ലീ, ജെറ്റ് ലീ, ജാക്കി ചാൻ, അങ്ങനത്തെ സിനിമകളാണ് പുള്ളി പോയി കാണാം. അപ്പൊ ഫാമിലി ആയിട്ട് പോകില്ലല്ലോ അങ്ങനത്തെ സിനിമകളിൽ. അപ്പൊ ഫാമിലി ആയിട്ട് വല്ലപ്പോഴൊക്കെ പോകുള്ളൂ. മന്ത്ലി ഇപ്പോൾ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഏതെങ്കിലും ഹിറ്റ് ആയിട്ടുള്ള സിനിമ ഉണ്ടോ അതിന് പോകും. കാരണം എല്ലാവരും കൂട്ടി പോവാന്ന് പറഞ്ഞാൽ ഇപ്പത്തെ പോലെ തന്നെ അന്നും ഭയങ്കര ചെലവാണല്ലോ സിനിമ കാണാൻ പോകാൻ. അപ്പൊ ഒറ്റയ്ക്ക് പുള്ളി ഈ ആക്ഷൻ മൂവീസ് കാണുമ്പോ ആ സമയത്ത് എന്നെ കൊണ്ടുപോകും. വേറെ ആരും കൊണ്ടുപോകാറുണ്ടായിരുന്നു. സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. ടിവിയുടെ മുമ്പിൽ എത്ര നേരം വേണമെങ്കിലും പക്ഷെ ഇരുത്തില്ല. കൊറേ അടി കിട്ടിയിട്ടുണ്ട്. ഒന്നാമത് വീട്ടില് ടി വി ഇല്ല, വല്യപ്പച്ചന്റെ വീട്ടിലേക്ക് പോകണം. അപ്പൊ അങ്ങനെ അതാണ് എനിക്ക് തോന്നുന്നു. അതായിരിക്കും ചിലപ്പോ ഫാദറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ, അല്ലെങ്കിൽ പുള്ളിക്കുള്ളൊരു ഭ്രാന്ത് നമ്മളിലേക്ക് പകർന്നായിരിക്കും. എന്ത് പറഞ്ഞാലും പുള്ളിയുടെ ഒരു ഫ്യൂച്ചർ ജനറേഷനുള്ള ഞാൻ. അപ്പൊ അത് എന്നിലേക്ക് ഓട്ടോമാറ്റിക്കലി ബ്ലഡിലേക്ക് വന്നതായിരിക്കും. അപ്പൊ എങ്ങനെ സിനിമയിലേക്ക് വന്നതും? സിനിമ എപ്പോഴും ഈ പറയുന്നത് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സിനിമയ്ക്കാണ് ക്ലാസ് കട്ട് ചെയ്തും ഒക്കെ പോയേക്കുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ പിന്നെ കൂടുതൽ ആക്റ്റീവായിട്ട് ഇരുന്നിരുന്നതും ഈ പറയുന്ന ആർട്സ് ഡേക്കും സ്പോർട്സ് ഡേക്കൊക്കെയാണ് ആക്റ്റീവായിട്ട് എപ്പോഴും നിന്നിരുന്നത്. നമ്മുടെ 100% ഫുള്ളായിട്ട് പഠിത്തം രണ്ടാമതായിരുന്നു. കാരണം അങ്ങനെയായിരുന്നു. കാരണം ഞാൻ
എൻ്റെ തറവാട് വീട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞൊരു വീട്, അത് കഴിഞ്ഞ ഗ്രൗണ്ട്, അത് കഴിഞ്ഞിട്ടാണ് എന്റെ സ്കൂൾ വരുന്നത്. ഫസ്റ്റ് ഗ്രൗണ്ട്, അത് കഴിഞ്ഞിട്ടാണ് സ്കൂൾ. പക്ഷെ വീട്ടിലങ്ങനെ സമ്മതിക്കില്ലായിരുന്നു കളിച്ചിട്ട് പഠിച്ചു പോയിരുന്നത്. കാരണം അങ്ങനെ പറ്റുന്നൊരു ഫാമിലി ആയിരുന്നില്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ എല്ലാ അപ്പന്മാരും ചിന്തിക്കുന്ന പോലെ പഠിത്തം കഴിഞ്ഞിട്ടുള്ള കളി തമാശയൊക്കെ മതി എന്ന് പറയുന്ന പോലെ. ഏറ്റവും കൂടുതൽ അടി എനിക്ക് കിട്ടിയിട്ടുണ്ട് പപ്പെടുത്തുന്നത്, അത് കളി കൂടുന്നതിന്. കളി കൂടിയിട്ട് എന്നെ ഓടിച്ചിട്ടുണ്ട്. ബാത്റൂമിലേക്ക് കയറിയിട്ട് വാതിലൊക്കെ അടച്ചിട്ട്, ഫ്രസ്ട്രേഷൻ അല്ല, പുറത്ത് പൊട്ടിക്കൊണ്ടിരിക്കുക, തുറന്നു കഴിഞ്ഞാൽ അടി കിട്ടി ഉറപ്പ്, പേടിച്ചിട്ടൊക്കെ അകത്തിരിക്കുവേ. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ കലയെ അത്രയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണല്ലോ നമുക്ക് ഒരു എന്താ പറയാ, ഒരു സിനിമയിൽ എത്തിയപ്പോഴും ഒരു ഫിയറോ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. അത് ഓട്ടോമാറ്റിക്കലി എന്തോ അങ്ങനെ വന്നതാണ്. സുഹൃത്തുക്കൾ ഇപ്പൊ അൽഫോൺസ് ആണെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ ഫോക്കസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ആള് അവനായിരുന്നു. ഞാൻ സിനിമാടനാണ്, അല്ലെങ്കിൽ സിനിമയാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന അവനാണ്, അത്രയും ഫോക്കസ്ഡ് ആയിട്ട്. ശരിക്കും ഈ പ്രേമം ഭയങ്കര ഒരു സിഗ്നേച്ചർ ആണ് അല്ലെ? നിങ്ങളുടെ പ്രേമത്തിൽ അഭിനയിച്ച എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എവിടെ ചെന്നാലും പ്രേമത്തെ കുറിച്ച് ചോദിക്കാത്ത ഒരു ആൾക്കാരും ഇല്ല, പ്രേമിക്കാത്ത ആരുള്ളത് അതില്ല, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ഉൾപ്പെടെ. നിങ്ങൾക്ക് ശരിക്കും അതുകൊണ്ട് ബെനിഫിറ്റ്സ് അല്ലേ കൂടുതലും ഉണ്ടായിട്ടുള്ളത് പ്രേമം എന്നുള്ള? നല്ല എക്സ്പോഷർ കിട്ടിയല്ലോ. നമ്മളിപ്പോ കേരളത്തിൽ മാത്രമല്ല, ഞാൻ നാഗൂരൊക്കെ പോവാറുണ്ട് ഇടയ്ക്ക്. നമ്മൾ ഫ്രണ്ട്സ് ഒരുമിച്ച് വേളാങ്കണ്ണി, നാഗൂര് അടുത്തടുത്താണല്ലോ. അപ്പൊ നമ്മൾ എല്ലായിടത്തും അങ്ങനെ പോവാറുണ്ട്. ഇപ്പൊ പ്രേമമൊക്കെ കഴിഞ്ഞ ടൈമില് നാഗൂര് ചെന്ന സമയത്ത് അവിടെ വെച്ച് ഒരുപാട് പേര് റെക്കഗ്നൈസ് ചെയ്തു. അതായത് നോൺ മലയാളീസ് ആണ്, അവിടുത്തെ ആളുകളാണ്, തമിഴ് ആൾക്കാരാണ്. അവരൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ എല്ലാ മലയാള സിനിമയും നല്ല രീതിയിൽ റീച്ച്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് അങ്ങനെ ഒരു റീച്ച് കിട്ടിയ ഒരു സിനിമ ഇല്ല. എന്തായാലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ആസ്വദിച്ചാണ് സിനിമ ചെയ്തത്. അപ്പൊ എന്തായാലും സക്സസ്ഫുൾ ആവുന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. പിന്നെ പ്രണയം കൂടിയാണ്, ഒരു ലവ് ട്രാക്ക്, ലവ് സ്റ്റോറി പരിപാടി അങ്ങനെ മലയാള സിനിമയിൽ ആ സമയത്ത് വന്നിട്ടില്ല. ഒരു 3 കാലഘട്ടവും അങ്ങനെ സംഭവം. ഇത് എനിക്കൊന്ന് സിനിമയിൽ വരുന്നതിന് മുമ്പ് അൽഫോൺസ് നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്തൊരു സ്റ്റോറി ആയിരുന്നു. ഒരാളുടെ ഒരു പയ്യന്റെ ഒരു കോഫി ഷോപ്പ് നടത്തുന്നതിന്റെ ഒരു 3 കാലഘട്ടത്തിലെ പ്രണയം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ തുടങ്ങിയത് ഇനീഷ്യൽ സ്റ്റേജിൽ. അത് പിന്നീട് നേരമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഷട്ടർ ചെയ്യാനായിട്ട്, ഷട്ടറിന്റെ ഹിന്ദി ചെയ്യാനായിട്ട് അൽഫോൺസ് മുംബൈയില് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഞാൻ ശ്രുതിനെ മീറ്റ് ചെയ്യുന്നത്. അവര് മുംബൈയിൽ പോയതുകൊണ്ടാണ് ഞാൻ മുംബൈയില് പോകുന്നത്. എന്റെ പ്രീ നടക്കുന്ന തീർച്ചയായിട്ടും അവര് ഉള്ളതുകൊണ്ടാണ് ഞാൻ മുംബൈക്ക് പോയത്. അല്ലെങ്കിൽ എനിക്ക് മുംബൈ അറിയില്ല, അപ്പൊ അങ്ങനെ പോകാനായിട്ടുള്ള പിമാര് പോയപ്പോ പിമാരുടെ കൂട്ടത്തിലങ്ങ് എന്റെ ഷൂട്ടും കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അതെ, ഞങ്ങളിപ്പോ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഫോണിൽ സംസാരിക്കുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ ചെന്ന് അവര് പോയതുകൊണ്ടാണ് അവിടെ കാണാൻ പറ്റിയത്. വെരി ഗുഡ്. അപ്പൊ ഷട്ടർ ചെയ്യാനായിട്ട് ഹിന്ദിയിൽ പോയി. ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രണയവും എല്ലാവരുടെയും മിക്സ് ആണ്. അപ്പൊ പ്രേമ എന്ന ഫിലിമിന് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ, ഒരുപാട് കഥകളുണ്ട് പറയാൻ അല്ലേ? ശരിക്കും ഫിലിമിലേക്ക് വന്നപ്പോ സിജുവിന് ശരിക്കും ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഫസ്റ്റ് ടൈം വരുമ്പോ? സ്ട്രഗ്ലിംഗ് എന്ന് പറയാം, still struggling to be a better actor. ഓ അത് ശരി. അല്ല ആക്ച്വലി സിജു വരുമ്പോഴത്തേക്ക് ആസ് എൻ ആക്ടർ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ വന്നപ്പോൾ നല്ലൊരു ക്യാരക്ടറാണ്, ഒരു ചരിത്ര പുരുഷന്റെ ക്യാരക്ടർ തന്നെയാണ് സിജുവിന് ചെയ്യാൻ പറ്റിയത്. അത് ഇറ്റ്സ് നോട്ട് സോ ഈസി. ഒരു കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. മേ ബി ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം, ഒരു ലക്ക് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. പിന്നെ അതൊക്കെ മേലെയാണ് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു എന്താ പറയാ സ്ട്രഗിൾ എന്ന് പറയുന്നു, ബട്ട് സ്റ്റിൽ കിട്ടിയത് ഒരു വലിയ ലക്കാണ്, ഒരു വലിയൊരു ക്യാരക്ടറാണ് ചെയ്തത് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ലക്കിലധികം വിശ്വസിക്കാറില്ല. ഞാൻ ഒരുപാട് ലക്കിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കാറില്ല. മൈറ്റ് ബി ലക്കായിരിക്കും, ചിലപ്പോൾ ഞാൻ സിനിമയിൽ വന്ന് ലക്കായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ലോകത്ത് ജനിച്ച തന്നെ ഒരു ലക്കാണെന്ന് ഞാൻ വിചാരിക്കും. എത്ര പേര് ജനിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഹാപ്പിയാണ്. ഞാൻ ലക്കിലധികം കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ആ മൂവി എത്തിയത് ലക്കായിരിക്കാം, പക്ഷെ ഞാൻ അതിൽ നോക്കുന്നില്ല. പക്ഷെ ഞാനതിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞാനതിൽ എൻ്റെ 100% പുട്ട് ഓൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ലക്ക് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് കൊണ്ട് ഒരു ഗുണമില്ല, മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ എൻ്റെ ലൈഫിൽ വന്ന ഏറ്റവും
നല്ലൊരു ഓപ്പർച്യൂണിറ്റി ക്യാരക്ടറാ ആയിരുന്നു. ശരിക്കും. ആൻഡ് എല്ലാവരും വെയിറ്റ് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു അതാ ഞാൻ പറഞ്ഞത്. ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഇപ്പൊ ഈ വരുന്ന ചാൻസസ് ഒക്കെ ഇത് വെച്ച് കമ്പയർ ചെയ്തിട്ടാണോ സിജു അത് ചെയ്യോ ഇത് ചെയ്യോ എന്ന് ചോദിക്കുന്നത് വരുന്ന ആൾക്കാർ? ഇല്ല, അങ്ങനെ ചോദിക്കാറില്ല, ഇത് വെച്ച് കമ്പയർ ചെയ്യാറില്ല ഞാൻ. പക്ഷെ എനിക്ക് ആസ് ആൻ ആക്ടർ എപ്പോഴും നമുക്കൊരു ഗ്രോത്ത് വരുന്നത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത നമ്മുടെ ടാലൻസും ഇതൊക്കെ നമ്മൾ ഷോക്കേസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ആൾക്കാർക്ക് ഇയാൾ ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഇങ്ങനെ ആക്ഷൻ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ഹോഴ്സ് റൈഡ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമല്ലോ എന്നൊക്കെയുള്ള ആൾക്കാർക്ക് മനസ്സിലാണ്. അപ്പോൾ ഓരോ സിനിമ ഇറങ്ങി കഴിയുമ്പോഴാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെ അതുവരെ നമ്മൾ ഞാൻ അതുവരെ ഒരു ഹ്യൂമർ ചെയ്യുന്ന കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്താണോ ഷോക്കേസ് ചെയ്യുന്നത് അതാണ് ഓഡിയൻസ് അതുപോലെ തന്നെ ക്രിയേറ്റേഴ്സും ഇത് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും കൂടുതൽ ഹിഡൻ ടാലൻസ് നമുക്ക് ഉണ്ടാവും. അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ. കാരണം അത്രയും ക്രൂവും അത്രയും ക്രൗഡും വലിയ സിനിമയാണല്ലോ. കാരണം നമ്മളിപ്പോൾ ഒരു ചെറിയ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ക്യാരവൻ ഉണ്ടാവുമായിരിക്കും, അതിനകത്തായിരിക്കും മേക്കപ്പും പരിപാടികളൊക്കെ. ഇത് സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ ഇട്ടേക്കാം, മറ്റേ ക്യാബിൻ ഇതുപോലെ ഇട്ടേക്കാം, മേക്കപ്പ് ചെയ്യാനൊക്കെ ഇട്ട് അത്ര ആൾക്കാരുണ്ട്. അപ്പൊ ഇവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ലൈക്ക് വേലായുധ പണിക്കർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് നിൽക്കുമ്പോൾ അത്ര ആളുകൾ നിൽക്കുക, ലൈക്ക് നമ്മൾ ശരിക്കും ഒരു കിങ് നിൽക്കുന്ന പോലെ നിന്നിട്ട് ആണ് പെർഫോം ചെയ്യുന്നത്. ആ ഫീൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അതെ, കാരണം ക്യാരക്ടറിലേക്ക് ഇറങ്ങി. അതെ, കാരണം എനിക്ക് ആ ബിൽട്ടും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ ഞാൻ അവിടെ പോയി ഒരു വയറും ചാടി ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യില്ല, കാണുന്ന ആൾക്കാർക്കും അത് ഫീൽ ചെയ്യില്ല. ഇല്ല, അത് നമുക്ക് ഷൂട്ടിന്റെ അവിടെ സ്പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടൂല്ലോ. നമ്മൾ ചെയ്യുന്ന സംഭവം വർക്കാണോ അല്ലേ എന്നുള്ളത് സ്പോട്ടിൽ നമുക്ക് മനസ്സിലാവും. ഇത്രയും ഒരു ഫിലിംസ് ചെയ്തിട്ടില് ഒരു പ്രൗഡ് മൂവ്മെന്റ് സിജുവിന് സോ ഫാർ തോന്നിയിട്ടുള്ളത് ഏതാണ്? വാസന്തി. അത് ചോദിക്കണമെന്ന് വിചാരിച്ചു. അത് ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ മൂവി അല്ല ഫെസ്റ്റിവൽ മൂവി പോലെ ചെയ്തു. അതിനോട് വരാനുള്ള ഒരു കാര്യം എന്താ പറയാ, എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എന്റെ സംവിധായകർ. റഹ്മാൻ ബ്രദേഴ്സ് എന്നാണ് പറയുന്നത്. ഷിനോസ് റഹ്മാൻ ആൻഡ് സജാസ് റഹ്മാൻ, 2 ബ്രദേഴ്സാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ഞാനും അതിലെ മൂത്ത ബ്രദർ ഷിനോസ് റഹ്മാൻ. സ്കൂളിങ് ഒരുമിച്ചായിരുന്നു. അവൻ ബേസിക്കലി എഡിറ്ററാണ്. അവർ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കളിപ്പാട്ടക്കാരൻ എന്ന് പറഞ്ഞൊരു സിനിമ അതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, വാസന്തിക്ക് മുന്നേ. അപ്പം അത് നെറ്റ്ഫ്ലിക്സ് ഇവിടെ അധികം പോപ്പുലർ ആവുന്നതിന് മുമ്പ് നെറ്റ്ഫ്ലിക്സ് എടുത്ത മൂവിയായിരുന്നു. അപ്പം അതിൽ നിന്നൊരു വരുമാനം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അവർ ചെയ്തൊരു സിനിമയായിരുന്നു. അപ്പോൾ ആ വരുമാനത്തിൽ നിന്ന് തുടങ്ങിയതാണ് വാസന്തി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് സിനിമ ചെയ്തത്. അങ്ങനെ എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു, അത് തീരുന്നില്ല വർക്ക്. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തു, ഒരുപാട് പ്രൊഡക്ഷൻ ടീമുകളൊക്കെ അപ്രോച്ച് ചെയ്തിട്ടും ആരും വില്ലിങ് ആവുന്നില്ല, അല്ലെങ്കിൽ ആരും ഒരു പോസിറ്റീവ് ഇത് ആരും കിട്ടുന്നില്ല. ഭീകര എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല അങ്ങനത്തെ ഒരു സിനിമയ്ക്ക്. അപ്പോൾ അങ്ങനെ ഇത് ഒരുപാട് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനാണ് പറഞ്ഞത് ഞാനിത് ടേക്ക് കെയർ ചെയ്തിട്ട് ഞാൻ ബാക്കി കംപ്ലീറ്റ് ചെയ്ത് തീർത്ത് കാരണം ഞാൻ ആ സിനിമ കാണുകയും ചെയ്തിരുന്നു. സ്ക്രീൻ പ്ലേ വായിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അറിയാം. പിന്നെ സുഹൃത്തുക്കളാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് തൊബാമ എന്ന് പറഞ്ഞൊരു മൂവിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 10 കിലോ ഞാൻ വെയിറ്റ് റെഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഭയങ്കര പ്രോപ്പർ ഡയറ്റും ഭയങ്കര ഇതായിട്ട് പോയിക്കൊണ്ട്, അപ്പം നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് വന്നുകൊണ്ടിരിക്കണം. കാരണം പക്കയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവരാണെങ്കിൽ ഭയങ്കര റോ ആയിട്ട് അതിനകത്ത് സിനിമ പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അതിനകത്തെ ക്യാരക്ടർ സുഗു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ ഒരു കള്ളനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ ഇത് എങ്ങനെ ഇതിലേക്ക് ഇന്നാവുന്നൊക്കെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് രാവിലെ കുളിക്കാണ്ട് ഇറങ്ങും വീട്ടിൽ നിന്ന്. അങ്ങനെയായിരുന്നു. ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് മാത്രം ഇറങ്ങും. അപ്പൊ അങ്ങനെയാണ് ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തത്. അപ്പൊ ആ സിനിമ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഫാദറിനാണ് സിനിമ ഭ്രാന്തുണ്ടായിരുന്നത്. അപ്പോൾ വിൽസൺ പിക്ചേഴ്സ് എന്നാണ് എൻ്റെ പ്രൊഡക്ഷന്റെ പേര്. ഫാദറിന്റെ പേരിലാണ് വിൽസൺ പിക്ചേഴ്സ്. അപ്പൊ അങ്ങനെ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള 50th കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ബെസ്റ്റ് പിക്ചറിനുള്ള അവാർഡുണ്ട്, ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്ക് ഉണ്ട്, ബെസ്റ്റ് ഈ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമുക്ക് ഈ പടം എവിടെയെങ്കിലും റെക്കഗ്നൈസ്ഡ് ആവും നമ്മൾ
വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ. ആ വർഷം നമ്മൾ IFFK ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, ആ. പക്ഷെ സെലക്ട് ആയില്ല IFFKയിൽ. അപ്പം ഞാനും വിചാരിച്ചു ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് എന്തുകൊണ്ട് സെലക്ട് ആയില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നെക്സ്റ്റ് ഇയർ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിട്ട് IFFKയിൽ സ്ക്രീൻ ചെയ്തു. ശരിക്കും അത് അങ്ങനെ ആ ഒരു പ്രൊസീജിയറിൽ പോയപ്പോ ഭയങ്കര ഒരു അഭിമാനം തോന്നി അല്ലേ? പിന്നെ നമ്മുടെ ഒരു ഭയങ്കര ഹാർഡ് പ്രൗഡായിട്ട് തോന്നി. ഞാൻ ആ സമയത്ത് 19-ാം നൂറ്റാണ്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും. ഞാൻ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലൈവ് കാണുന്നത്. അത് അപ്പത്തുള്ള റിയാക്ഷൻ ചെയ്തോണ്ടിരുന്ന ജിമ്മെല്ലാം എടുത്ത് ഓടിയോ? ഓടി നേരെ അവന്മാരുടെ അടുത്തേക്ക് ഓടി. നമ്മൾ ഇത്രയും, അതായത് എന്തെങ്കിലും റെക്കഗ്നേഷൻ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ബെസ്റ്റ് പിക്ചർ ആൻഡ് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, അതുപോലെ തന്നെ ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് ശ്വാസിയേക്ക് കിട്ടി. അപ്പോൾ എന്താ ഒരു റെക്കഗ്നേഷൻ മാത്രം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നിടത്ത് 3 അവാർഡും. അതിന്റെ ഒരു സക്സസ് ആലോചിച്ച് നോക്കും. ആദ്യം IFFKയിൽ അയച്ചിട്ട് റിജക്റ്റഡ് ആയ മൂവിയാണ്, പിന്നെ അത് പാനലിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് സംതിങ് എന്താ പറയാ പ്രൗഡ് മൊമെന്റ്, ഒരു ചെറിയൊരു ഹീറോയിക് മൊമെന്റ്. വിഷ്വൽ ചെയ്തു അതൊരു ഹീറോ പോലെയൊക്കെ ചെന്ന് നിൽക്കുന്നതൊക്കെ. അതേപോലെ ഇനിയും അതേപോലത്തെ ചാൻസസ് ഉണ്ട്. ഇപ്പൊ നമ്മള് അടുത്ത് സിനിമ ചെയ്തു, അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ കഴിഞ്ഞു. ഇവരുടെ റഹ്മാൻ ബ്രദേഴ്സിന്റെ തന്നെ സിനിമ അങ്ങനെയാണോ? ഞങ്ങള് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സംവിധായകര് പറയുന്ന ഒരു പണ്ടത്തെ പാരീസ് മിഠായില്ലേ, ഗ്രീൻ കളറിലെ കവറുള്ളത്, അതിങ്ങനെ വായിലിട്ട് ഇങ്ങനെ നുണഞ്ഞിങ്ങനെ കഴിച്ചിങ്ങനെ പോകുമ്പോഴൊരു സുഖമില്ലേ, അങ്ങനത്തെ ഒരു ലവ് സ്റ്റോറിയാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഭയങ്കര ഹിറ്റ് ആവുക അല്ലെ? നമ്മുടെ പഴയകാല മെമ്മറീസ് ഹിറ്റാവോ ഇല്ലയൊന്നും അറിയില്ല. ഞങ്ങളൊരു 10 ദിവസം കൊണ്ടാണ് സിനിമ ഷൂട്ട് ചെയ്തത്. പക്ഷെ വർക്ക് കഴിഞ്ഞു. എന്റെ ഫൈനൽ മിക്സും പരിപാടികളും നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അത് ഇങ്ങോട്ടേക്ക് കഴിക്കണം എന്നുള്ള ആലോചനയിലാണ്. പക്ഷെ അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 days കൊണ്ട് നമ്മൾ എല്ലാവരും ക്രൂവും എല്ലാവരും ഫുൾ ഓൺ നിന്നിട്ട് അത് തീർക്കാന്ന് പറഞ്ഞാൽ, പക്ഷെ അത് ഒരിക്കലും നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല 10 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ് നമ്മുടെ ടീം എന്ന് പറയുന്നത്. റഹ്മാൻ ബ്രദേഴ്സ് ആയിക്കോട്ടെ, അതിന്റെ DOP ആയിട്ടുള്ള മുകേഷ് മുരളീധരനാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ഇടവേള, വരണ ആവശ്യമുണ്ട്, ഉയരെ, ഇതൊക്കെ ചെയ്ത സിനിമാറ്റോഗ്രാഫറാണ്. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ, മുകേഷ്, ഷിനോസ് റഹ്മാൻ. അപ്പൊ ഞങ്ങള് ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ്. ഭയങ്കര ബെസ്റ്റാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. തമ്മിലുള്ള വേവ് ലെങ്ത് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യാൻ നോക്കും അല്ലെ? എന്താ ഉള്ള ഒരാളുള്ളിൽ ഭയങ്കര ക്രിട്ടിസൈസേഷൻ ആണ്. അത് വേണമല്ലോ, ക്രിട്ടിസൈസേഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും പറയും. അത് അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള. അപ്പൊ ഇത് 10 days മൂവി. അപ്പൊ ഇതേപോലെ പല കൊമേഴ്ഷ്യൽ മൂവീസിനോട് അതിലേക്ക് ഇറങ്ങാനുള്ള പരിപാടി അതിന്റെ സ്റ്റെപ്പ് തീർച്ചയായിട്ടും. ഇത് കഴിഞ്ഞിട്ടാണോ? അതെങ്ങനത്തെ ആയിരിക്കും? അതറിയില്ല, സംഭവിക്കാന്നുള്ളത്. ഇത് തന്നെ സംഭവിച്ചെന്ന് ആക്ച്വലി നമ്മൾ വേറൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുന്നിരുന്നത്. ഒരു മരണ വീടും അങ്ങനെ സംഭവമൊക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊരു ക്യാരക്ടർ റോളാണ് ഞാൻ ചെയ്യാറുന്നത്. ഇപ്പം ഞാൻ തന്നെ വിൽസൺ പിക്ചേഴ്സിന്റെ പ്രൊഡക്ഷനിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ കാസ്റ്റിംഗ് കോളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് മ്യൂസീഷ്യൻസിന് ആവശ്യമുണ്ടായിരുന്നു, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കേണ്ട ആളുകളുണ്ട്. അപ്പോൾ അതിന് ഒരു ലോങ് പ്രോസസ്സാണ്, ഭയങ്കര മ്യൂസിക്കലായിട്ടുള്ള പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ക്രീൻ പ്ലേ കൂടിയാണ്. എനിക്കത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള സ്ക്രീൻ പ്ലേ ആണ്. അപ്പൊ അതിന് ഒരു ലോങ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അങ്ങനെ, അതെ, അതുകൊണ്ട് മാത്രമല്ല അതിനായിരുന്നു ഇരുന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ധ്യാനിന്റെ കൂടെ, പോലീസ് ഓഫീസറായിട്ട്. അപ്പൊ അത് പാലക്കാട് ഷൂട്ട് കഴിഞ്ഞിട്ട് എന്റെ പാക്കപ്പ് ആയി കഴിഞ്ഞപ്പോ മീശയാണല്ലോ, എനിക്ക് മീശ കുറെ നേരം എനിക്ക് ഭയങ്കര പ്രായം ഫീൽ ചെയ്യണോ, എനിക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി തോന്നും. അപ്പൊ ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ മീശയുടെ ആവശ്യം പിന്നീട് അപ്പൊ തന്നെ ഞാൻ ട്രിം ചെയ്തോളൂ. ഞാൻ രാത്രി ട്രിം ചെയ്തിട്ട് പിറ്റേ ദിവസം പ്രൊഡക്ഷൻ ഹൗസിൽ വന്നപ്പോൾ ഇവരുടെ മുമ്പിൽ വന്നപ്പോൾ അവരുടെ മൂവിയുടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്നെ ഈ ലുക്കി കണ്ടു കഴിയുമ്പോഴത്തേക്കും ട്രിമ്മൊക്കെ ചെയ്താണ്, കൊള്ളാലോ. നെക്സ്റ്റ് ഡേ ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഇവർ പറയുന്നത്, അതെ നമ്മൾ മറ്റേ പടമല്ല ഷൂട്ട് ചെയ്യുന്നത്, നമ്മൾ അന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു സാധനമില്ലേ, മറ്റേ സൗണ്ടും ഇതൊക്കെ ചെയ്യുന്ന പയ്യനും, ഒരു സ്റ്റേജ് പ്ലേ ചെയ്യുന്ന ഒരു പെൺകുട്ടിയും, അതുപോലെ തന്നെ ഒരു സൗണ്ട് ആൻഡ് എന്താ ലൈറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു പയ്യൻ. സാധാരണ സൗണ്ട് ആൻഡ് KM സൗണ്ട് അങ്ങനെ സൗണ്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവല്ലോ, ചെറിയ എന്ത് പരിപാടികൾക്കും ലൈറ്റൊക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാർ. ഒരു പയ്യനും തമ്മിലൊരു ലവ് സ്റ്റോറിയാണ്. ഇത് പണ്ട് പറഞ്ഞേക്കുന്നതാണ്. അപ്പൊ അവന് പെട്ടെന്ന് ഈ ലുക്ക് കണ്ടപ്പോഴത്തേക്ക് ഇതിനാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. നമ്മൾ ഡിസംബർ ക്രിസ്മസ് ടൈമിലാണ് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് ടൈമിലാണ് ഷൂട്ട് കഴിഞ്ഞ് വരുന്നത്. അവിടുന്ന് ഡിസിഷൻ എടുക്കുന്നു, പെട്ടെന്ന് ഓക്കെ എന്നാ പിന്നെ റെഡി എന്ന് പറയുന്നത്
ജനുവരി 9 ഷൂട്ട് തുടങ്ങുന്നു, 18 19 തീർന്നു. എന്തായാലും ഇന്ന് ക്രിസ്മസ് അല്ലേ, കുറെ നേരം സംസാരിച്ചു. ഇനി ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ കഴിക്കണം. സിഗ്നേച്ചർ ഡിഷ് വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. സിഗ്നേച്ചർ ഡിഷ് എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. വെരി സോറി, ഇന്ന് സിഗ്നേച്ചർ ഡിഷും അല്ല. എന്താണെന്നറിയാമോ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് എന്റെ സിഗ്നേച്ചർ ഡിഷസ് ചെയ്തോണ്ടിരിക്കുവല്ലേ. അപ്പം ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം വെജ് ഒന്ന് പറ്റിച്ചു. ഞാനൊക്കും എന്നെ വിളിച്ചു പറയുന്നതേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇന്ന് ഇപ്പൊ എന്നാ ചെയ്തോന്നറിയാമോ? ആ കറക്റ്റ്. ഇന്നിപ്പോ എന്നാന്നറിയാവോ, ഈ ചട്ടയും മുണ്ട് കൊടുത്തത് തന്നെ കാര്യം എന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതേ കൂട്ട് തന്നെയാ. എനിക്ക് അമ്മച്ചിയുടെ ഒരു ബുക്ക് കിട്ടി, എന്റെ അമ്മാമ്മച്ചിയുടെ. അപ്പൊ ആ ബുക്കിനകത്ത് അമ്മച്ചി കുറെ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ട്രഡീഷണൽ ആയിട്ട് കിട്ടുന്ന ആ റെസിപ്പീസ് അല്ലേ, അത് ഈ പറഞ്ഞാൽ എനിക്ക് മാത്രം പഠിച്ചാൽ പറ്റത്തില്ലല്ലോ, എന്റെ പ്രേക്ഷകരും കൂടെ പഠിക്കണ്ടായോ. അതിനകത്ത് സാക്ഷി സിജു ഇന്ന് പ്രത്യേക ദിവസം ആവുകയും വേണമല്ലോ. അപ്പൊ അവരുടെ ഒരു ബ്ലെസ്സിങ് സിജുവിനും കൂടെ കിട്ടട്ടെ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് ട്രൈ ചെയ്താലോ. എന്നാ വരും. സസ്പെൻസ് ഒന്നുമില്ല, നല്ല രുചിയായിട്ടൊരു സാധനം. Annie's Kitchen. Let's cook with love. ഭയങ്കര ഗ്രാൻഡ് ക്രിസ്മസ് പരിപാടി. അതാ ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ വരുമ്പോ ഒരിക്കലും കുറവ് വരികയല്ല, നിറവോട് കൂടിയേ തരത്തുള്ളൂ. അങ്ങനെ വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ എന്നോട് പരാതി പറഞ്ഞില്ലേ, എനിക്ക് ഏതാണ് കോളിഫ്ലവർ തന്നത് പറ്റിച്ചെന്ന്. ഇപ്പൊ പറയുകയല്ലോ, ഇത് കണ്ടേച്ച് ഏതെങ്കിലും ഒന്ന് പറ്റിച്ചെന്ന് പറയുമോ? അല്ല, സോറി. ഞാൻ ഇപ്പൊ എന്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ചെയ്തത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതിനുള്ള സമയം എനിക്ക് ഉള്ളൂ. ബാക്കി നമുക്ക് ഉണ്ടാക്കി വെക്കാലോ. ഇത് ഡക്ക് വിന്താലു ആ ചെയ്തത്. അപ്പൊ അത് ഡക്ക് വിന്താലു ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. കഴിച്ചിട്ടില്ല? ഇല്ല. അത് നമ്മള് ശരിക്കും വെക്കുന്നല്ലേ, ബീഫ് വിന്താലു വെക്കും, ഡക്ക് വെക്കും, ചിക്കൻ വെക്കും, പോർക്ക് വെക്കും. പക്ഷെ ഡക്ക് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആണ്. അതാണ് ഇന്ന് ഞാൻ ചെയ്ത ഡിഷാണ്. വെരി ഗുഡ്. ഇഷ്ടമാണോ ഫുഡൊക്കെ? ഭയങ്കരമായിട്ട് ഫുഡിയാ. ആണോ? ഭയങ്കര കോൺഷ്യസ് ആണെന്നൊക്കെ ആദ്യം പറഞ്ഞതോ? അതുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കും. എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യും? എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും. കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനൊരു ലിമിറ്റഡ് ഇത് വെച്ചിട്ട് കഴിക്കും. അതൊക്കെ ഒന്ന്. സെക്കൻഡ്, ഇനി ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞാൽ ന്യൂ ഇയർ അല്ലേ, പുതിയ റെസൊല്യൂഷൻസ് എന്നൊക്കെ. എല്ലാ വർഷവും അങ്ങനെ റെസൊല്യൂഷൻസ് എടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മള് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന അപ്പം തന്നെ നടക്കണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അത് റെസൊല്യൂഷൻസും ഇതിനൊക്കെ എന്താ പറയാ റിയലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമൊക്കെ വേണമല്ലോ. അപ്പൊ ഐശ്വര്യമായിട്ട് ആ കേക്ക് ഒന്ന് മുറിച്ചേ. ഓക്കെ. ഐശ്വര്യമായിട്ട് മധുരം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. എന്റെ പ്രേക്ഷകർക്കും അതാ മെറി ക്രിസ്മസ് എല്ലാവർക്കും കേട്ടോ. ഇതേപോലെ മധുരമായിരിക്കട്ടെ എല്ലാവരുടെയും ജീവിതത്തില്. എന്താ പറയാ, സന്തോഷവും സംതൃപ്തിയും നിറവും എല്ലാം ഈശ്വരൻ അനുഗ്രഹിച്ചു വരട്ടെ. ഇനി എന്നാന്ന് വെച്ചാൽ എനിക്ക് കേക്ക് മുറിച്ചു തന്നു, വൈൻ അവിടെ ഇരിപ്പുണ്ട്, സാവധാനം കുടിച്ചാൽ മതി. പിന്നെ കേക്കും വൈനും ആണ് ക്രിസ്മസിന്റെ ഏറ്റവും വലുത് അല്ലേ, മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് മാത്രം പോരല്ലോ, ഞാൻ ഉണ്ടാക്കിയത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, അതും കൊടുക്കണം. കറക്റ്റ്. ആണോ? അപ്പൊ എന്നാ നല്ലതായിട്ടാ ഞാൻ ചിന്തിച്ചേ. ഒരു വ്യത്യാസം. അപ്പൊ പിന്നെ അയ്യോ അങ്ങനെ ഉദ്ദേശിച്ച് വെച്ചതല്ല, ബ്രോച്ച് കിട്ടിയപ്പോ ഞാനങ്ങ് വെച്ചതേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കാം, അടുത്ത വർഷം പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാ? ഞാൻ ഈ പ്രൊഡക്ഷൻ ചെയ്ത മൂവി കൂട്ടി 3 മൂവീസാണ് റിലീസ് ഉള്ളത്. ഒന്ന് ഡോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി ഉണ്ട്, ഇൻഡിവിജ്വൽ പ്രൊജക്റ്റാണ്. അഭിലാഷ് നായർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സംവിധായകനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പുതിയ ഡയറക്ടേഴ്സായിട്ടാണ് വർക്ക് ചെയ്തത്. ജഗന്റെ കൂടെ ആണെങ്കിലും പോലീസ് ക്യാരക്ടറുണ്ട്. അപ്പൊ അതുണ്ട്. പിന്നെ VK പ്രകാശ് സാറിന്റെ കൂടെ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഷൈൻ ടോമും ഞാനുമാണ് ലീഡ് ക്യാരക്ടേഴ്സ് വരുന്നത്. അതുണ്ട്. പിന്നെ നമ്മുടെ ഈ മൂവി ഈശ്വരൻ സഹായിച്ച് എല്ലാം നന്നായി വരട്ടെ, എല്ലാം ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. എന്തായാലും ഈ പ്രാവശ്യം ക്രിസ്മസിന് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കേട് ഞാൻ തീർത്തു, കോളിഫ്ലവറിന്റെ കേട് ഞാൻ തീർത്തു. ഇനി സിജു ആരോടും പറയുകയല്ല ഞാൻ എനിക്കൊരു കോളിഫ്ലവർ തന്നു പറ്റിച്ചെന്ന് പറയുകയല്ലോ. ഇല്ല,
ഞാൻ പറഞ്ഞിരുന്നല്ലോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അന്നേച്ചിപ്പോ ഞാൻ എന്നോട് രാവിലെ പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് മുന്നേ നോൺ പറഞ്ഞപ്പോ വെജ് നമ്മളെപ്പോഴും Non-veg ചേച്ചി prefer പ്രത്യേകിച്ച് ആ ഭാഗത്ത് കോട്ടയം ആ സൈഡിലില്ല, കോട്ടയത്ത് നിന്ന് വരുമ്പോ ഞാൻ നോൺ വെജ് ആണ് അപ്പൊ ഇതൊക്കെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും. കറക്റ്റ്. ഇനിയിപ്പോ സിജു കുറ്റം പറയുവേ. വീഴുന്ന കണ്ടിട്ട് തന്നെ എന്റെ വായില് വെള്ളം അപ്പൊ ഇനി വർത്താനം പറയാൻ നോക്കുകയല്ലേ? നിറഞ്ഞു കളിക്കുക. ശ്രുതി അങ്ങനെ ബീഫോ പോക്കോ ഡക്കോ ഇതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെ കല്യാണം കഴിക്കണതിന് മുമ്പ് വരെ. കുട്ടിയെ കഴിച്ചു കുട്ടിയെ വഷളാക്കി. കഴിപ്പിച്ചു. അപ്പോഴാണ് ഭക്ഷണം ഇതൊക്കെ നമുക്ക് കഴിക്കാനുള്ളല്ലേ, അത് കറക്റ്റ്. ഈ ലോകത്തുള്ളതൊക്കെ നമുക്ക് ഉള്ളതല്ലേ കഴിക്കാനൊക്കെ, ടേസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ള ഇപ്പൊ ഉപദ്രവിക്കാതെ കഴിക്കാന്നുള്ള. പിന്നെ നല്ല കഴിക്കാതെ ഡക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ അത് ശരി. ഡക്ക് തന്നെ എനിക്ക് കുരുമുളക് ഇട്ട് ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കുമല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടം. വല്ലപ്പോഴും കഴിക്കാറുള്ളൂ. മതിയല്ലോ, എന്നാലും ആ ടേസ്റ്റ് മാറിയില്ലേ, ടേസ്റ്റ് ഇഷ്ടായില്ലേ? ഇത് ഇത്രയും നാള് മിസ്സായി പോയില്ലേ? എപ്പോഴും കുക്ക് ചെയ്യിക്കും. അത് കഴിക്കാൻ വേണ്ടി. അപ്പൊ ഇപ്പഴാ രുചി പിടിച്ച കൊച്ചിനെ. അത് മാത്രല്ല സിജു, ഒരു കാര്യം കഴിക്കുന്നതിന് മുമ്പ് എന്റെ പ്രേക്ഷകർക്ക് 2 കാര്യം പറയണം. ഒരു ക്രിസ്മസ് ആശംസയും ഒരു ന്യൂ ഇയർ. തീർച്ചയായിട്ടും പ്രേക്ഷകർക്കല്ല, പ്രേക്ഷകർ എത്ര നാളായിട്ട് നമ്മള് പരിചയത്തിലുള്ള ആൾക്കാരാണ്. അവരാണല്ലോ നമ്മുടെ ബലം. തീർച്ചയായിട്ടും എന്താ എല്ലാവർക്കും ഏറ്റവും ഭംഗിയായിട്ടുള്ള, ഏറ്റവും എന്താ പറയുക, അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ആശംസകൾ, അതുപോലെ തന്നെ ന്യൂ ഇയർ ആശംസകൾ. ഈ വർഷം എനിക്ക് തോന്നുന്നു ഒക്കെ വർഷമായിരുന്നു തോന്നുന്നു എല്ലാവർക്കും. എനിക്ക് അങ്ങനെ ആയിരുന്നു. ഒക്കെ കുഴപ്പമില്ലാത്തൊരു ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് ഇയർ അടിപൊളിയാവും എന്നുള്ളതാണ് വിശ്വാസം. അതെ, അടിപൊളിയാണ്. അതെ. എനിവേ സിജു ഇവിടെ വന്ന് ഇത്രയും നേരം ഞങ്ങളായിട്ട് സ്പെൻഡ് ചെയ്ത ഒരു ക്രിസ്മസ് ഞങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലാണെങ്കിലും നിറവോടെ ആഘോഷിക്കാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി, ഐ എം സോ താങ്ക്ഫുൾ. അതേപോലെ വൈഫിനോട് പ്രത്യേക അന്വേഷണം, ന്യൂ ഇയർ ആശംസകൾ പറയണം, ക്രിസ്മസ് ആശംസകൾ പറയണം, ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ. തീർച്ചയായിട്ടും സാറിന്റെ അടുത്തും പറയണം, ജഗന്റെ അടുത്ത് എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, എപ്പോഴും സംസാരിക്കാറുള്ളതാണ്. ഞാൻ എല്ലാവരും ഭംഗിയാവണം. സാറിന്റെ പുതിയ സിനിമ വരുന്നുണ്ട്, വരവ്. അതിനും ഓൾ ദി ബെസ്റ്റ് പറയണം. എനിക്ക് ഭാവിയില് സാറിന്റെ കൂടെ ആഗ്രഹമാണ്. സാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പറയത്തേ ഉള്ളൂ, പിന്നെ ബാക്കി കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാറില്ല, അതാണ് സത്യം. എനിവേ, താങ്ക് യു വെരി മച്ച്. ഇനി എന്റെ വിന്താലു കഴിച്ചു. തീർച്ചയായിട്ടും. ഇഷ്ടായോ? ഓക്കെ. അപ്പൊ എന്റെ പ്രേക്ഷകർക്ക് ഇനി ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്മച്ചിമാരുടെ റെസിപ്പീസ് ഒന്നും ഒട്ടും മോശമാവും. റെസിപ്പി എന്തായാലും ഭയങ്കര വിന്തോട് ശരിക്കും പറഞ്ഞാൽ ചില സമയങ്ങളിൽ അതിന്റെ വിനാഗിരിയുടെ കേറി നിൽക്കും. എനിക്ക് അത്രയും ഇഷ്ടമല്ല. അപ്പൊ ഈ പ്രേക്ഷകരോട് ഇന്ന് ഞാൻ ചട്ടയും മുണ്ട് കൊടുത്ത് ഒന്ന് ഈ ഇത്രയും നേരം ഇരിക്കുന്ന എന്നാത്തിനെന്നറിയോ, ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്തോളൂ. ഇതേപോലെ നിറവോടുകൂടി എല്ലാവരും എപ്പോഴും ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ് എപ്പോഴും ആനീസ് കിച്ചണിലെ ആനിക്കുള്ളത്. അതേപോലെ നിറവോടുകൂടി ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.